ശരീരത്തിലോ മനസ്സിലോ എന്തെങ്കിലും ഒരു മുറിവോ വേദനയോ വന്നാൽ ചിലർക്കെങ്കിലും ഡോക്ടറിനെ കാണാൻ വലിയ പേടിയാ. ചെക്കപ്പ് ചെയ്യുമ്പോൾ വലിയ എന്തെങ്കിലും അസുഖമാണെന്ന് അറിഞ്ഞാലോ എന്ന ഒരു ഭയം കൊണ്ട് ആശുപത്രി പോവാതെ അത് മൂടി വയ്ക്കും. പക്ഷെ ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ നയിക്കാറില്ലേ? ബിഹേവിയറൽ ഇക്കണോമിക്സിൽ ഇതിനെ ദി ഓസ്ട്രിച്ച് എഫക്ട് എന്നാണ് വിളിക്കുന്നത്. ഒട്ടകപ്പക്ഷി അതായത് ഓസ്ട്രിച്ച് അപകടം വരുമ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി മണ്ണിൽ തല പൊഴുത്തി വെക്കുന്നൊരു കഥയുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും പലരും. നെഗറ്റീവായ കാര്യങ്ങളോ സങ്കടകമായ വിവരങ്ങളോ ഒക്കെ അറിയുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ക്രിട്ടിക്കലായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും ബോധപൂർവം ഒളിച്ചു പോകാറുണ്ട്. ഇതിലൂടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ലെങ്കിലും താൽക്കാലികമായ ഒരു സമാധാനം, അതായത് ആ ഒരു ടെമ്പററി റിലീഫ് ഉണ്ടല്ലോ, അത് പലപ്പോഴും കിട്ടാറുണ്ട്. മാസാവസാനം കയ്യിൽ കാശിലെന്ന് ഉറപ്പാകുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലത്തെ ബാലൻസ് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതും, ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം പുകയുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചായിരിക്കുന്നതും ഒക്കെ ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് വലിയൊരു ക്യാൻസർ പോലെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ബന്ധങ്ങളും അവസരങ്ങളും ഒക്കെ തകർക്കാൻ തുടങ്ങും. ക്യാൻസർ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സ്റ്റേജ് 1 തന്നെ പിടിച്ചു നിർത്താൻ പറ്റുവാണെങ്കിൽ ശരിയാക്കാൻ കുറച്ചും കൂടി എളുപ്പമാകും. ആദ്യം അറിയുമ്പോൾ ഒരു വിഷമമൊക്കെ കാണും, പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, അതായത് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് കർത്താവ് പറഞ്ഞത് എത്ര അർത്ഥവത്താന്ന് ചിന്തിച്ചു നോക്കൂ. പാപങ്ങളും തെറ്റുകളും വിഷമങ്ങളും ഒക്കെ ഇരുട്ടിൽ മൂടി വെക്കുമ്പോഴാണ് അത് ഭയമായി വളരുന്നത്. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ സത്യം തുറന്നു പറയുമ്പോൾ ആദ്യം ഒരു വേദനയൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് വലിയ സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്. യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ധീരതയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. മണ്ണിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന നിങ്ങളുടെ തല ഇനി ഒന്ന് പുറത്തെടുത്ത് നോക്ക്. എത്ര വേദനയുള്ള സത്യമാണെങ്കിലും അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. പണ്ട് നിവൻ പോലെ പറഞ്ഞ പോലെ, എന്റെ സാറേ